ക്രിസ്മസ് ആഘോഷത്തിന് ഇവിടെ ഇല്ലായിരുന്നു. അത് കാരണം ഇന്ന് കുറച്ച് ചിക്കൻ മേടിച്ചു. അത് കുറച്ച് കറി ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഇതേപോലെ കുറച്ച് നാളികേരം അരച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റുള്ളതാണ്. നമുക്ക് ബ്രെഡോ അല്ലെങ്കിൽ പൊറോട്ടയോടോ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ സാധനമാണ്. ഇവിടെ ആരും ഇല്ല, തന്നെ ഉള്ളൂ. പിള്ളേർ ചിലപ്പോൾ നാളെ മോളുടെ കുട്ടികൾ ഒക്കെ കൂടെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മേടിച്ചതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് ഞാനൊന്ന് കറിയായിട്ട് വെച്ചതാണ്. അത് ഇന്നുണ്ടാക്കിയതാണ്. കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുക. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് കറി കാണുമ്പോൾ തന്നെ അറിയാം എന്താണെന്നുള്ളത്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ചെയ്തത് ഒരു 1.5 സവോള, 1 കിലോ ചിക്കനെ ഒരു കിലോയും ഒരു ഇച്ചിരിയും കൂടിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. 3 കിലോ വാങ്ങിയതാണ്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ അത് കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ പെരുംജീരകം, പിന്നെ കറുവപ്പട്ട ലേശം, അത്രയും കൂടെ ഇട്ടിട്ട് ചൂടാക്കി, പൊടികളെല്ലാം കൂടെ ചൂടാക്കിയിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ച്, കുരുമുളകും കൂടെ കൂട്ടിയിട്ട് എന്നിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഞാൻ ചിക്കനകത്ത് വറുത്തരച്ചത് ചിക്കനകത്തോട്ട് പുരട്ടിയതിന് ശേഷം ഉള്ളി, 2 ഉള്ളി, ഒന്നര സവോള എടുത്ത് അതും 2 തക്കാളിയും കൂടെ കൂടിയിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്തു. അതിന് ശേഷം കുക്കറിൽ വെച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചതിന് ശേഷം തേങ്ങ, ഒരു മുറി തേങ്ങ, മുഴുവനില്ല, കുറച്ചെടുത്തതായിരുന്നു, അത് വറുത്ത് അരച്ചത് ചേർത്ത് ഇതാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. കറി കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നുമെന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകും. നല്ല കറിയാണ്. ഇങ്ങനെ എല്ലാവരും ചെയ്യുക. പല മോഡലിലാണല്ലോ കറികളെല്ലാവരും ഓരോരുത്തരും ഓരോരോ തരത്തിലാണല്ലോ വയ്ക്കുക. ഞാനിങ്ങനെയാണ്, എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഇതേപോലെ ഉണ്ടാക്കി നോക്കുക.